ഹലോ, എന്താ എല്ലാവരും വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ? എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ട് ഇന്ന് പതിവിന് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. കാരണം നിമ്പുമ്മിൻ്റെ മദ്രസ കഴിഞ്ഞ് വന്നാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ 2 ദിവസം നിന്നിട്ട് വരാമല്ലോ. അപ്പോൾ ഇതാ രാവിലെ ഞാൻ കുടിവെള്ളമാണ് വെക്കണത്. ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് പിന്നെ ചോറിന് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചേ. അത് കഴിഞ്ഞിതാ രാത്രി ഞാൻ കടല വെള്ളത്തിലിട്ടീന് കേട്ടോ. അതൊന്ന് കറിയാക്കാൻ വെക്കാൻ വിചാരിച്ചു ആദ്യം. അപ്പോൾ ഇതാ ഞാൻ അതിനിടയിൽ ജനവാതിലൊക്കെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കണമല്ലോ അല്ലേ. അപ്പം ഞാൻ ഇതാ കടലക്കറിക്കുള്ള ഉള്ളിയും തക്കാളിയും കിഴങ്ങും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കൂടി ഞാനിതാ കുക്കറിലിട്ടിട്ട് ഒന്നിച്ചിടാണ് ചെയ്യണത്. അതൊന്ന് വേറെ വഴറ്റിയെടുക്കണമെന്നില്ല, അപ്പോൾ പെട്ടെന്നായി കിട്ടുമല്ലോ. പിന്നെ അതാ പൊടികളൊക്കെ ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ ഇട്ടിട്ട് കുക്കറിലാക്കി ഞാനതൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിതാ നമ്മളെ സ്വന്തം മലപ്പുറത്തുകാരുടെ ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഇത് അരി അരക്കാൻ വന്നിട്ടുണ്ട്. അരി അരച്ച് വന്നപ്പോഴത്തേനും നമ്മളെ കുക്കറിൻ്റെ ആദ്യത്തെ വിസിൽ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഓരോ ദോശയായിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് നമ്മളിതാ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മുറ്റത്ത് അധികം കച്ചറകളൊന്നുമില്ല, എന്നാലും എല്ലാ ദിവസവും ചെയ്യണതല്ലേ, അപ്പം ഇന്നും പതിവ് തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളൊരു മാവ് കേട്ടോ. പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് നമുക്ക് വേറൊരു മാവും കൂടെ ഉണ്ട്. അങ്ങനെ 2 മാവുണ്ട്. 2 മാവിൽ നിന്ന് കുറേ മാങ്ങകൾ നമുക്ക് കിട്ടലുമുണ്ട്. അതിൻ്റെ പകുതി മുക്കാലോളം കിളികൾ കൊത്തി. അപ്പോൾ നമ്മളെ ചായയായി, ദോശയായി, കടലക്കറിയായി. അപ്പോഴേക്കും നമ്മളെ നിബുവിനെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. 7 മണിയായിട്ടോ. ഇനി അവനായിട്ടുള്ള പരിപാടിയാണ് എനിക്കുള്ളത് കേട്ടോ. അവനെ എണീപ്പിച്ച് അവനെ പല്ല് തേപ്പിച്ച് അവന് ചായ കൊടുത്ത് മദ്രസയിലേക്ക് ഒരുക്കി വിടാന്നുള്ള കേട്ടോ. പിന്നെ അരമണിക്കൂറിൻ്റെ ജോലി. അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളാണ് ഈ കാണുന്നത്. അത് നമ്മളെ പതിവാണല്ലോ. ചായ കുടിച്ച് കഴിഞ്ഞാലും ചോറുന്ന് കഴിഞ്ഞാലും ഒക്കെ പാത്രങ്ങൾ പതിവല്ലേ. അപ്പോൾ അതിനിടയിൽ ഞാൻ കുക്കറിലേക്ക് ഉച്ചക്കത്തേക്കുള്ള പടവലങ്ങ ഒന്ന് ഉപ്പും മുളകും ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രം കഴുകാൻ നിന്നത് കേട്ടോ. ഈ പാത്രം കഴുകി കഴിയുമ്പോഴത്തേന് അതായി കിട്ടുമല്ലോ. അപ്പോൾ പണികളൊക്കെ വേഗം തീർത്താലേ നമുക്ക് വേഗം പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പാത്രം കഴുകിക്കഴിഞ്ഞ് ഞാൻ അകം അടിച്ചു വാരി തുടച്ച് എൻ്റെ കുളിയും കഴിഞ്ഞ് ഞാനിതാ റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നിബു മദ്രസ വിട്ട് വന്നിരുന്നു. അപ്പം ഞാനും ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ പോവാൻ. ഓട്ടോയിലാണേ നമ്മൾ പോണത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് കുട്ടികൾക്ക് മിഠായും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.